ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. നാടും നഗരവും ഇന്ന് അമ്പാടികളാവും. നാടെങ്ങും ഉണ്ണിക്കണ്ണനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. വർണ്ണശബളമായ ഘോഷയാത്രകളാണ് സംസ്ഥാനത്തെങ്ങും അരങ്ങേറുക. കുഞ്ഞു കൈകളിൽ ഓടക്കൊള്ളുമായി വാർമുടിക്കെട്ടിൽ മയിൽപ്പീലി വെച്ച് കള്ളച്ചിരിയുമായി കുഞ്ഞ് അമ്പാടിക്കണ്ണന്മാരും ഗോപികമാരും നഗരവീഥികൾ കീഴടക്കും. കാർമുകിൽ വർണ്ണന്മാരും ഗോപികമാരും നിറഞ്ഞ നഗരവീഥികളും ക്ഷേത്രമുറ്റങ്ങളും ഭക്തമനസ്സുകളിൽ ആനന്ദ കാഴ്ചയൊരുക്കും. അഷ്ടമിരോഹിണിക്ക് പ്രാധാന്യമുള്ള ഗുരുവായൂരിൽ പതിനായിരങ്ങൾ ദർശനത്തിനെത്തും. ഇന്നലെ രാത്രി മുതൽ ക്ഷേത്രത്തിലേക്ക് ഭക്തജനപ്രവാഹമായിരുന്നു. ക്ഷേത്രത്തിൽ ഇന്ന് 1,00,000 പേർക്ക് പിറന്നാൾ സദ്യ നൽകും. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ശോഭായാത്രയിൽ നൂറുകണക്കിന് കൃഷ്ണവേഷങ്ങളും പൗരാണിക വേഷങ്ങളും നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും ഗോപികാ നൃത്തങ്ങളും അണിനിരക്കും. പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന സന്ദേശത്തിലൂന്നിയാണ് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി ദിനാഘോഷങ്ങൾ നടക്കുന്നത്. ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമി തിഥിയാണ് ഉത്തരഭാരതത്തിൽ ജന്മാഷ്ടമി. എന്നാൽ കേരളത്തിനിത് ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണിയാണ്. ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർക്കെതിരെയുള്ള ലൈംഗികാരോപണത്തിൽ പ്രാഥമിക അന്വേഷണത്തിനൊരുങ്ങി സർക്കാർ. പരാതിക്കാരെ വിളിച്ച് മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് ശ്രമം. ഇവർക്ക് പരാതിയുണ്ടെന്ന് അറിയിച്ചാൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകും. IG സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് സർക്കാർ രൂപീകരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കിടേഷ് പ്രത്യേക സംഘത്തിന് മേൽനോട്ടം വഹിക്കും. പുതിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും അന്വേഷണ സംഘം പരിശോധിക്കുക. അതേസമയം ഹേമ കമ്മിറ്റി മുമ്പാകെ അതിക്രമം തുറന്നു പറഞ്ഞ വിഷയങ്ങളിൽ ഇപ്പോൾ അന്വേഷണം ഉണ്ടാകില്ല. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാലാണ് ഇത്. സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതികരണവുമായി വിമൻ ഇൻ സിനിമ കളക്റ്റീവ്. പുതിയ സംഘത്തിൽ പ്രതീക്ഷയുണ്ടെന്നും പക്ഷേ വീണ്ടും മൊഴി നൽകാൻ പോകേണ്ട സ്ഥിതിയിൽ ആശങ്കയുണ്ടെന്നും WCC വ്യക്തമാക്കി. പുതിയ സംഘം നടപടി നീട്ടിക്കൊണ്ടുപോകാനാണോ എന്ന സംശയവും WCC പങ്കുവച്ചു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് പ്രതീക്ഷ വെക്കുന്നു എന്ന WCC അംഗം ദീദി ദാമോദരൻ പറഞ്ഞു. ബോളിവുഡ് സിനിമാ മാസിക സ്റ്റാർഡസ്റ്റ് സ്ഥാപകനും നിർമ്മാതാവുമായ നാരിഹിര അന്തരിച്ചു. 86 വയസ്സായിരുന്നു. പ്രസിദ്ധീകരണ രംഗത്ത് വിപ്ലവങ്ങൾ കൊണ്ടുവന്ന അദ്ദേഹം കറാച്ചിയിലാണ് ജനിച്ചത്. രക്ഷിതാക്കൾക്കൊപ്പം ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത നാരിഹിര കോപ്പി റൈറ്ററായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 1971 തുടങ്ങിയ സ്റ്റാർഡസ്റ്റിൽ ബോളിവുഡിനെ ഇളക്കിമറിച്ച ഒട്ടേറെ വാർത്തകളും വിവാദങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1980കളിൽ 15 സിനിമകൾ നിർമ്മിച്ച ഹിബ ഫിലിംസ്, മാഗ്ന ഫിലിംസ് എന്നിവയിലൂടെയും ശ്രദ്ധേയനായി. സാവി, സൊസൈറ്റി ഇന്റീരിയേഴ്സ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻസ്, സിറ്റാഡൽ തുടങ്ങിയ മാസികകളും പുറത്തിറക്കി. പ്രസിദ്ധീകരണ രംഗത്തിന് നൽകിയ സംഭാവനകൾക്ക് ഇന്ത്യൻ മാഗസിൻ കോൺഗ്രസിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സൈബർ ആക്രമണ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ കയറിയിറങ്ങി കേസെടുപ്പിച്ചിട്ടും പത്തനംതിട്ട അടൂർ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് അധ്യാപിക. മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് അന്വേഷണ ചുമതല കൈമാറണമെന്നും പരാതിക്കാരി ആവശ്യപ്പെടുന്നു. മർത്തോമ സഭയിലെ പള്ളിത്തർക്കത്തിന്റെ പേരിൽ കുടുംബ സുഹൃത്തായ വൈദികനൊപ്പം പൊതുസ്ഥലത്ത് നിൽക്കുന്ന ചിത്രം ഉപയോഗിച്ച് സൈബർ ആക്രമണം നടത്തിയെന്നതായിരുന്നു പരാതി. പാലക്കാട് കാവശ്ശേരിയിൽ കൊലവിളി മുദ്രാവാക്യവുമായി CPM പ്രവർത്തകർ. കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടുമെന്നായിരുന്നു മുദ്രാവാക്യം. കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയാണ് പ്രകോപന മുദ്രാവാക്യം ഉണ്ടായത്. പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതിൽ പ്രകോപിതരായാണ് മുദ്രാവാക്യം വിളിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. പട്ടാമ്പിയിൽ വിദ്യാർത്ഥിയെ ആളുമാറി മർദ്ദിച്ച സംഭവത്തിൽ ASI ജോയ് തോമസിന് സസ്പെൻഷൻ. തൃശൂർ റേഞ്ച് DIG ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ ASIയിൽ നിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി. സംസ്ഥാനത്ത് ആരോഗ്യരംഗത്ത് സൗകര്യങ്ങൾക്കായി കൂടുതൽ പദ്ധതികൾക്ക് അനുമതി ലഭ്യമായതായി മന്ത്രി വീണ ജോർജ്. ദേശീയ ആരോഗ്യ ദൗത്യം മുഖേന കേരളം നടപ്പാക്കുന്ന 2024-25 വാർഷിക പദ്ധതികൾക്കാണ് അനുമതി ലഭ്യമായത്. 69.35 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾക്കാണ് കേന്ദ്ര അംഗീകാരം ലഭിച്ചത്. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ആനടിക്കാപ്പ് മുതൽ സൂചിപ്പാറ വരെ നടത്തിയ തെരച്ചിലിൽ 6 ശരീരഭാഗങ്ങൾ ഇന്നലെ കണ്ടെത്തി. NDRF സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, ഫയർഫോഴ്സ്,
സന്നദ്ധ പ്രവർത്തകർ തുടങ്ങി 14 അംഗ ടീമാണ് ഇന്നലെ മേഖലയിൽ തെരച്ചിൽ നടത്തിയത്. തെക്കൻ ഫ്രാൻസിലെ ജൂത സിനഗോഗിന് മുൻപിലുണ്ടായ സ്ഫോടനത്തിലെ പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ പിടികൂടി ഫ്രഞ്ച് പോലീസ്. പോലീസുകാർക്കെതിരെ വെടിയുതിർത്ത അക്രമിയെ പോലീസ് വെടിവെച്ച് വീഴ്ത്തിയാണ് പിടികൂടിയത്. തെക്കൻ ഫ്രാൻസിലെ ബെത്ത് യാക്കോബ് സിനഗോഗിന് പുറത്തുണ്ടായ സ്ഫോടനത്തിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റിരുന്നു. സൗദി മരുഭൂമിയിൽ കുടുങ്ങിയ ഇന്ത്യൻ യുവാവും സുഹൃത്തും നിർജ്ജലീകരണവും തളർച്ചയും മൂലം മരിച്ചു. 27-കാരനായ ഹൈദരാബാദ് സ്വദേശി മുഹമ്മദ് ഷെഹ്സാദ് ഖാനാണ് സൗദിയിലെ റുബു ഉൽ ഖാലി മരുഭൂമിയിൽ മരണപ്പെട്ടത്. യാത്രക്കിടെ കാറിന്റെ ഇന്ധനം തീർന്നതോടെ മരുഭൂമിയിൽ കുടുങ്ങുകയായിരുന്നു. തിരക്കേറിയ റോഡിൽ പെട്ടെന്നുണ്ടായ കുഴിയിൽ ഇന്ത്യക്കാരിയായ 48-കാരിയെ കാണാതായി. കുടുംബാംഗങ്ങൾക്കൊപ്പം മലേഷ്യയിലെ ക്വാലാലംപൂർ സന്ദർശനത്തിനെത്തിയ ഇന്ത്യൻ യുവതിയാണ് 26 അടിയിൽ അധികം ആഴമുള്ള കുഴിയിലേക്ക് വീണത്. നടപ്പാതയിൽ പെട്ടെന്നുണ്ടായ കുഴിയിലേക്ക് ഇവർ വീണുപോവുകയായിരുന്നു. ജലാൻ ഇന്ത്യ മസ്ജിദിന് സമീപത്തെ റോഡരികിലാണ് അപകടമുണ്ടായത്. സൗദി തെക്കൻ പ്രവിശ്യയായ അസീറിൽ വെള്ളക്കെട്ടിൽ വാഹനം മുങ്ങി 2 പേർ മരിച്ചു. 3 പേർ ഒലിച്ചുപോയി. വെള്ളത്തിൽ മുങ്ങിയ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തി. ദില്ലിയിലെ പ്രസിദ്ധമായ കോണാട്ട് പ്ലേസിലെ ഡിജിറ്റൽ പരസ്യ ബോർഡിൽ അശ്ലീല ദൃശ്യം തെളിഞ്ഞതിൽ പോലീസ് അന്വേഷണം. സംഭവത്തിൽ IT ആക്ട് പ്രകാരം FIR രജിസ്റ്റർ ചെയ്ത വിവരം ദില്ലി പോലീസ് സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ട്. സൈബർ സുരക്ഷ ഏറെയുള്ള പരസ്യ ബോർഡ് സംവിധാനം ഹാക്ക് ചെയ്യപ്പെട്ടതാണ് എന്നാണ് ന്യൂദില്ലി മുനിസിപ്പൽ കൗൺസിലിന്റെ വാദം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസും ബുച്ച് വിൽമോറും സുരക്ഷിതരെന്ന് റഷ്യൻ ബഹിരാകാശ സഞ്ചാരി സെർജി കൊർസാക്കോവ്. 6 മാസം നീണ്ട ദൗത്യത്തിന് ശേഷം ISS-ൽ നിന്ന് ഭൂമിയിലേക്ക് മടങ്ങിവന്ന റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് സെർജി കൊർസാക്കോവ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇസ്ലാമാബാദിലേക്ക് ക്ഷണിച്ച് പാകിസ്ഥാൻ. ഒക്ടോബറിൽ നടക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ യോഗത്തിലേക്കാണ് പാകിസ്ഥാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത്. എന്നാൽ മോദി യോഗത്തിനായി പാകിസ്ഥാനിലേക്ക് പോകാനിടയില്ലെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് 2024-25 സീസണിന് സെപ്റ്റംബർ 13 തുടക്കമാകും. കൊൽക്കത്തയിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ സിറ്റി FC-യെ നേരിടും. സെപ്റ്റംബർ 15 ഞായറാഴ്ച പഞ്ചാബ് FC-ക്കെതിരെ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം.